When rape is inevitable, lie down and enjoy it എന്ന് ഒരു MLA അസംബ്ലിക്കകത്തിരുന്ന് പറഞ്ഞ വാചകമാണ്. ആക്ച്വലി ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് വളരെ അത് കേട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നല്ല വിഷമമുണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു MLA എന്ന രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നിട്ടും എന്തുകൊണ്ട് അയാളുടെ എതിരെ നടപടി എടുത്തില്ല അല്ലെങ്കിൽ ആക്ഷൻ എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ഇടുന്നുണ്ട് കേട്ടോ. അത് എന്താന്ന് വെച്ചാൽ പാർലമെൻറ്റ്, അതായത് MP ആണെങ്കിലും MLAs ആണെങ്കിലും അസംബ്ലിക്കകത്ത് പാർലമെൻറ്റിനകത്ത് അവർ എന്ത് സംസാരിക്കുവാണെങ്കിലും അത് ഇപ്പോൾ തെറ്റായ രീതിയിൽ ലീഗലി അല്ല സംസാരിക്കുന്ന ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മേക്ക് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരുടെ എതിരെ ഒരു ആക്ഷനും എടുക്കാൻ കഴിയില്ല. കാരണം ആർട്ടിക്കിൾ 105 തൊട്ട് 194 ഐ തിങ്ക്, ഇഫ് ഐ എം നോട്ട് റോങ്, ഇതിൻ്റെ ഇടയിലുള്ള ആർട്ടിക്കിൾസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് അതിനകത്ത് അവർക്ക് ഫ്രീഡം ഉണ്ട്, എന്തും പറയാനുള്ള ഫ്രീഡം ഉണ്ട് അസംബ്ലിക്കകത്തും പാർലമെൻറ്റിനകത്തും. ഓക്കെ, അതുകൊണ്ടാണ് MLAs അല്ലെങ്കിൽ MPsന് അവർ ഈ പറയുന്ന അസംബ്ലിക്കകത്ത് കേട്ടോ, അസംബ്ലിക്കകത്ത് അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അവർ സംസാരിക്കുന്നതും. പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പാടില്ല. സോ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ്, അസംബ്ലിക്കകത്തിരുന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്ഷൻ അവരുടെ എതിരെ എടുക്കാത്തത്. ബിക്കോസ് ദേ ഹാവ് ഗോട്ട് ദാറ്റ് റൈറ്റ് ടു സ്പീക്ക് ലൈക്ക് ദാറ്റ്. അതാണ് കാര്യം. അപ്പോൾ പലവർക്കും ഇത് അറിയില്ല. അത് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ, ഒരുപാട് സ്ത്രീകൾ അയാൾ ഒരുപാട് രീതിയിൽ വിമർശിക്കുന്നുണ്ട്. जब रेप होना ही है तो लेट जाओ और मजे लो. एक MLA का स्टेटमेंट है, when rape is inevitable, lie down and enjoy it. जब देश चलाने वालों के लिए रेप मजाक है तो रेप करने वाला क्यों डरेगा? വിമർശനം is it's correct. I don't say it's wrong, but ഈ ഒരു റൂള് നമ്മൾ മനസ്സിലാക്കാതെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. കാരണം that particular person was speaking inside the assembly, so it's not wrong on his part. That is the reason അയാളുടെ എതിരെ ഒരു ലീഗൽ ആക്ഷനും എടുക്കാത്തതും അതുകൊണ്ടാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നത് കേട്ടോ. So stay tuned for the next legal update.